ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഈ വിവാദങ്ങൾക്ക് ശേഷം ശങ്കർ മോഹന്റേതായി വരുന്നത്. അനന്തകൃഷ്ണനാണ് അഭിമുഖമെടുത്തത്. അനന്തൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഈ വിവാദങ്ങളൊക്കെ കത്തിപ്പടർന്നതിന് ശേഷം ശങ്കർ മോഹൻ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് മാതൃഭൂമി ന്യൂസിലൂടെ പറയുകയായിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിലും പ്രശ്നപരിഹാരത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ടല്ലേ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഈ കോട്ടയം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം, ആ സമരം ആരംഭിച്ചിട്ട് ഒരു മാസത്തിൽ ഏറെയായി. ആ സമരം ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവാദം ഉയരുകയും ചെയ്ത ശേഷം ആദ്യമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ശങ്കർ മോഹൻ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവെക്കുകയായിരുന്നു. അവിടെ പ്രധാനമായും വിദ്യാർത്ഥികളും ജീവനക്കാരും ഉന്നയിച്ച രണ്ട് പ്രശ്നങ്ങൾ: ഒന്ന്, ദളിത് വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ചും ഒപ്പം തന്നെ ഡയറക്ടറുടെ ജാതീയമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ജാതീയമായ വേർതിരിവോടെയുള്ള ഇടപെടലുകൾ. ഇതിനെതിരെയാണ് അവിടെ പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ വിദ്യാർത്ഥികൾ സമരം തുടരുന്നത്. അതിലാണ് ശങ്കർ മോഹൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പറയുമ്പോൾ പോലും അവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അത് പാടെ നിഷേധിക്കുകയാണ് ഡയറക്ടർ ശങ്കർ മോഹൻ ചെയ്യുന്നത്. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടക്കം അത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ക്യാമ്പസിൻ്റെ മദ്യവിതരണം തടയുകയും അയാളെ പുറത്താക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഡയറക്ടർ പറയുന്നത്. അതേ തുടർന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരനും മറ്റ് ജീവനക്കാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന, അതിലേക്ക് വിദ്യാർത്ഥികളെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവരെ സമരത്തിൻ്റെ പാതയിലേക്ക് തള്ളിവിട്ടു എന്നാണ് പറയുന്നത്. ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച അല്ല പറയുന്നത്. ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം സങ്കീർണമായി തന്നെ തുടരുകയാണ്. അതിനൊപ്പം രാജിവെക്കുന്ന നിലപാടെടുക്കുകയാണെങ്കിൽ അത് ഇതിനുള്ളിൽ എന്താണ് നടന്നത് എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം, അല്ലെങ്കിൽ വിവിധ അന്വേഷണ സംവിധാനങ്ങളുണ്ട്, അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതേക്കുറിച്ച് ആലോചിക്കാം എന്നാണ് ഡയറക്ടർ പറയുന്നത്. അപ്പോൾ പ്രധാനമായും രണ്ട് അന്വേഷണങ്ങളാണ് ഡയറക്ടർ നേരിടുന്നത്. അതായത് ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അതായത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ അതിന് അദ്ദേഹം തയ്യാറല്ല എന്നാണോ? വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഡയറക്ടർ പ്രതികരിക്കുന്നത്. അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ചർച്ചയിലേക്ക് വരുമ്പോൾ അത് ഏത് രീതിയിൽ അതിനൊരു പുരോഗതി ഉണ്ടാകും എന്നുള്ള കാര്യം സങ്കീർണമായി തന്നെ തുടരുകയും ചെയ്യും. നിലവിൽ ജയകുമാർ കമ്മീഷൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അവർ ഡയറക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കുകയുമാണ്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അതിനൊപ്പം മറ്റൊരു ജീവനക്കാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി കമ്മീഷൻ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡയറക്ടറുടെ ഹിയറിംഗ് പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ജയകുമാർ കമ്മീഷന്റെയും പട്ടികജാതി കമ്മീഷന്റെയും റിപ്പോർട്ടുകളാണ് ഇനി KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും നിർണായകമാവുക. ആ റിപ്പോർട്ടുകളുടെ ആദ്യമായിട്ടാണ് ഈ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട വിവാദം കൊടുമ്പിരിക്കൊണ്ട ശേഷം അതിന്റെ ഡയറക്ടർ ശങ്കർ മോഹൻ പ്രതികരിക്കുന്നത്. അത് മാതൃഭൂമി ന്യൂസിലൂടെയാണ്. ശങ്കർ മോഹൻ അദ്ദേഹത്തിന്റെ വിവാദങ്ങളോടുള്ള പ്രതികരണമാണ് മാതൃഭൂമി ന്യൂസിലൂടെ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയായിരുന്നു.